ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും ഞാൻ ഓൾമോസ്റ്റ് ഒരു 5ഓളം കമ്പനീസിൻ്റെ 10-30ഓളം വേക്കൻസീസാണ് ഞാൻ ഇന്നും വന്നേക്കുന്നത്. ഇന്നലെ ഞാൻ ഒരു 10-50ഓളം വേക്കൻസീസ് ഇട്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസും വേക്കൻസീസും അപ്ലൈ ചെയ്യേണ്ടതൊക്കെ എങ്ങനെയെന്ന് ഞാൻ പറയാം. അപ്പം അതിന് ASTR എഞ്ചിനീയറിംഗിലേക്ക് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. മെയിൽ അയക്കേണ്ടത് HR@asterenergy.com എന്ന് പറഞ്ഞ asterenergy.com എന്ന് പറയുന്ന മെയിൽ ഐഡിയിലേക്കാണ് മെയിൽ അയക്കേണ്ടത്. ഞാൻ ഈ വേക്കൻസിയും അതുപോലെ തന്നെ മെയിൽ ഐ ഡീസും കമ്പനിയുടെ നെയിമും ഡീറ്റെയിലെല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അല്ലെങ്കിൽ റീൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണും. യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് നോക്കി അപ്ലൈ ചെയ്യാവുന്നതാണ് മെയിൽ കിട്ടാത്തവർക്ക്. പിന്നെ വരുന്നത് വിഗെറ്റർ കോർപ്പറേറ്റ് സൊല്യൂഷനിലേക്ക് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി കൂടെ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 7,000 മുതൽ 10,000 ദിർഹംസ് വരെയാണ് അവർ സാലറി പറയുന്നത്. മെയിൽ അയക്കേണ്ടത് HR@vigetter.ae HR@vigetter.ae എന്ന് പറയുന്ന മെയിൽ ഐഡിയിലേക്കാണ് മെയിൽ അയക്കേണ്ടത്. ഞാൻ ഈ വേക്കൻസിയും അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും എല്ലാ വീട്ടിലും പറയുന്ന പോലെ വേക്കൻസി മെയിൽ ഐ ഡി ഈ വീഡിയോയിൽ സ്ക്രീനിലും കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. പിന്നെ വരുന്നതാണ് ഗ്ലോബൽ ടെക്നിക്കൽ സർവീസിലേക്ക് 10ഓളം വേക്കൻസി വന്നിട്ടുണ്ട്. അതായത് ജൂനിയർ സിവിൽ എഞ്ചിനീയർ, ജൂനിയർ സിവിൽ സൂപ്പർവൈസർ, പിന്നെ മെക്കാനിക്കൽ സൂപ്പർവൈസർ, സർവേയർ, പിന്നെ വരുന്നത് റോഡ് മാനേജർ, പിന്നെ സീനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, MEP എഞ്ചിനീയർ, ഡ്രാഫ്റ്റ് മാൻ വരുന്നുണ്ട്, പിന്നെ MEP എഞ്ചിനീയർ വരുന്നുണ്ട്, സൈറ്റ് പ്രോജക്റ്റ് എഞ്ചിനീയർ വരുന്നുണ്ട്, സൈറ്റ് പ്രോജക്റ്റ് മാനേജർ വരുന്നുണ്ട്, പിന്നെ എസ്റ്റിമേറ്റ് എഞ്ചിനീയർ വരുന്നുണ്ട്, പിന്നെ QA/QC എഞ്ചിനീയർ വരുന്നുണ്ട്, അസോസിയേറ്റ് പ്രൊജക്റ്റ് മാനേജർ വരുന്നുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് ഒരു 10ഓളം വേക്കൻസീസാണ്. മെയിൽ അയക്കാൻ 2 മെയിൽ ഐ ഡി തന്നിട്ടുണ്ട്. HR@gtech.project.com എന്ന് പറയുന്ന മെയിൽ ഐ ഡി. പിന്നെ വരുന്നത് HR@gtech project manager and admin@gtech project manager. ഈ 2 മെയിൽ ഐ ഡീസാണ് ഈ ഗ്ലോബൽ ടെക്നിക്സിലേക്ക് വന്നിട്ടുള്ളത്. 10ഓളം വേക്കൻസി ഒരു 2 മെയിൽ ഐ ഡീസ് തന്നിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ക്രോംഡ് പാർട്ട്നേഴ്സിലേക്ക് ഗ്രാഫിക് ഡിസൈനറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു ഗ്രാഫിക് ഡിസൈനറിൻ്റെ വേക്കൻസീസ് ഉണ്ടോ, അവൈലബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ ക്രോംഡ് പാർട്ട്നേഴ്സിലേക്ക് ഗ്രാഫിക് ഡിസൈനറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. recruitment@crompartners.com എന്ന് പറയുന്ന മെയിൽ ഐഡിയിലേക്കാണ് മെയിൽ അയക്കേണ്ടത്. ഞാൻ വേക്കൻസിയും അതുപോലെ തന്നെ മെയിൽ ഐ ഡീസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. പിന്നെ വരുന്നതാണ് വെയ ഹെൽത്ത് ഹെൽത്ത് കെയറിലേക്ക് വേക്കൻസി വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 5-6ഓളം വേക്കൻസീസ് വരുന്നുണ്ട്. അതായത് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ മെയിലും ഫീമെയിലും വരുന്നുണ്ട്. പിന്നെ ഹെൽത്ത് കെയർ റിക്രൂട്ടറിലേക്ക് വരുന്നുണ്ട്. പിന്നെ ടാലൻറ്റ് അക്വസിഷനിലേക്ക് വരുന്നുണ്ട്, ടാലൻറ്റ് അക്വസിഷൻ സ്പെഷ്യലിസ്റ്റായിട്ട്. പിന്നെ പീഡിയാട്രിക്കിലേക്ക് വരുന്നുണ്ട്, പാരാമെഡിക്കൽസിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 4-5ഓളം വേക്കൻസീസാണ് വിയ മെഡിക്കൽ ഇൻ്റർനാഷണൽ ഹെൽത്ത് കെയറിലേക്ക് വേക്കൻസി വന്നേക്കണേ. ഞാനിപ്പം അവരുടെ കോൺടാക്ട് നമ്പർ, അതായത് അവരുടെ വാട്സപ്പ് നമ്പറും മെയിൽ ഐ ഡീസും ഞാൻ പറയാം. 5ഓളം മെയിൽ ഐ ഡീസ് അവർ തന്നിട്ടുണ്ട്. 5ഓളം മെയിൽ ഐ ഡീസ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം, മൊബൈൽ നമ്പർ മെൻഷൻ ചെയ്യാം. അപ്പം അവരുടെ കോൺടാക്ട് നമ്പർ 05-021-96-721 ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ബയോഡാറ്റ അയക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് മെയിൽ ഐ ഡീസ്. 5ഓളം മെയിൽ ഐ ഡീസ് തന്നിട്ടുണ്ട്. talent@viamedicalsinternational.com. പിന്നെ വരുന്നത് career@viamedicalinternational.com. പിന്നെ വരുന്നത് ജൂനിയർ recruiter@viamedicalinternational.com. ഇങ്ങനെ ഓൾമോസ്റ്റ് 5ഓളം മെയിൽ ഐ ഡീസ് ആണ് തന്നേക്കണം. ഞാൻ 3 മെയിൽ ഐ ഡീസേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഈ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം, മൊബൈൽ നമ്പർ മെൻഷൻ ചെയ്തേക്കാം, വേക്കൻസി മെൻഷൻ ചെയ്തേക്കാം, അതുപോലെ തന്നെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഈ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ മാക്സിമം അത് ഷെയർ ചെയ്യുക. ഇപ്പം ദുബായിൽ വിസിറ്റിംഗ് വിസയിൽ പോയവരായിരിക്കാം, അല്ലെങ്കിൽ ദുബായിൽ ഇരുന്ന് ജോബ് നോക്കുന്നവരായിരിക്കാം, ജോബ് ചേഞ്ച് നോക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ജോബ് നോക്കുന്നവരൊക്കെ ആയിരിക്കാം. എല്ലാവർക്കും പറ്റിയൊരു അവസരമാണിപ്പോൾ. മെയിൽ അയക്കാനുള്ള ഡീറ്റെയിൽസും വേക്കൻസീസും കമ്പനി നമ്പറും ഞാൻ ഈ കമ്പനിയുടെ പേരും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയുടെ സ്ക്രീനിലും കൊടുത്തേക്കാം. അപ്പോൾ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതോടെ വരെ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ്.